അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടക്കര ഇമ്മാനുവൽ മാർത്തോമയുടെ ഇവിടെ വികാരിയായിട്ട്, അതുപോലെ മൂത്തേടം, ചളിക്കപ്പൊട്ടി 3 ഇടവയുടെ വികാരിയായിട്ടാണ് പോകുന്നത്. എടക്കര ഇടവ തന്നെ വലിയ ഇടവയാണ്. എടക്കര എന്ന് പറയുന്നത് എവിടെ? എടക്കര ഇമ്മാനുവൽ, നിലമ്പൂര്. അപ്പം അവിടെ വികാരിയായിട്ട് പോവുകയാണ്. അവിടെ അപ്പം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നെ അങ്ങോട്ട് വിടുന്നത്. അവിടുത്തെ ഒരു പ്രാർത്ഥനയോഗം, അത് വഴിക്കടവ് ബഥേൽ പ്രാർത്ഥനാലയം പണിയാനായിട്ട് അവരൊക്കെ തീരുമാനിച്ചു. ഒരു പ്രാർത്ഥന ഇത് അതിനുവേണ്ടി 10-20 സെൻറ്റ് സ്ഥലം അവിടുത്തെ ഒരാൾ കൊടുത്തത് വാങ്ങി അവിടെയും ഇതുപോലെ ഒരു പള്ളി പണിയാനായിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തിരിക്കുന്ന സമയം. അപ്പോൾ ഈ പള്ളിക്ക് സ്ഥലം തന്ന ആൾ ഈ പള്ളിയിലെ വികാരിയോ ആരെയും അറിയിക്കാതെ അവരുടെ വീട്ടിൽ വെച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷൻ നടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈ ആളുകൾ വന്ന് പറഞ്ഞു, വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിൽ ഇങ്ങനെ പെന്തക്കോസ് കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നത്തെ ആ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, ഞാനോട് വരാം. ഞാൻ ആ വീട്ടിൽ കൺവെൻഷൻ നടക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ വലിയ മൈക്കൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമായി ഇങ്ങനെ ക്രിക്കറ്റൊക്കെ. ചെന്ന് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഇമ്മാനുവൽ ഇടവയിലെ അംഗമാണോ? ആന്നു. അപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നോട്ടീസ് അടിച്ച് നടക്കുന്നെങ്കിൽ വികാരി അച്ഛൻ അറിയണം. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന മീറ്റിംഗ് നടത്തുന്നത് ഞാനായിരിക്കും. പുള്ളി അങ്ങ് സ്തംഭിച്ചു പോയി, ഒന്നും മറുപടി പറയാനൊക്കാതെ. അപ്പോൾ ഈ അവിടെ നടത്താൻ വന്ന പാസ്റ്റർമാരൊക്കെ എന്നെ കണ്ടപ്പം അകത്തോട്ട് കയറാതെ ഇങ്ങനെ മാറി നടന്നു. ഒടുവിൽ ഞാനൊരു 8-8:15 ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ കൂടെ വന്ന ചില ആളുകളുണ്ട്, അവരെല്ലാം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊണ്ട് ഈ പാസ്റ്റർമാർ രാജിവെപ്പിക്കുക മാത്രമല്ല, പിറ്റേ ആഴ്ച തൊട്ട് അവരുടെ അവിടെ ആരാധന തുടങ്ങി. അപ്പോൾ അത് നമുക്ക് വലിയൊരു, കാരണം 10-14 വീട്ടുകാരുള്ള ബാക്കി ഒരു കൂടി ഞാൻ ആടി നിൽക്കുക അവരോട് പോകാൻ. അപ്പം ഞാൻ ഒരു ചലഞ്ചായിട്ട് അങ്ങെടുത്തു. ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേക ബൈബിൾ സ്റ്റഡിയും ഈ സ്നാനത്തെ പറ്റി ഉപദേശങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഏതായാലും ദൈവകൃപയിൽ അവരെല്ലാം നമ്മുടെ കൂടെ നിന്നു. അപ്പോൾ ഈ പള്ളി പണിയണമല്ലോ, അവിടെയും കാശില്ല. ഞാൻ അന്ന് ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു, എൻ്റെ പഴയ ഇടവയിലോട്ടൊന്ന് പോകാം. ഞാൻ ബൈക്കേൽ നിലമ്പൂന്ന് പാലക്കാട് വരെ ബൈക്കിൽ പോയി. ആ ഒരൊറ്റ ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒരു 50,000 രൂപയിലോ കിട്ടി. അത് കൊണ്ടുവന്ന് പള്ളിപണി അങ്ങോട്ട് ആരംഭിച്ചു. ആൾപണി ആരംഭിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞൊരു SP ഉണ്ടല്ലോ, പുള്ളി അന്നേരം മലപ്പുറത്ത് SP-യാണ്. പുള്ളിയുടെ സപ്പോർട്ട് കിട്ടി. പിന്നെ ചില ആളുകൾ ഈ ഇടക്കര ഇടവെന്നൊന്നും ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു സാഹചര്യം. എനിവേ ഞാൻ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ഇടപെട്ട് പള്ളിപണി ഒരു സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് പൂർത്തീകരിച്ച് അതിൻ്റെ കൂദാശ നിർവഹിച്ച് ഇടക്കര പള്ളി 10 മണിക്കുള്ള ആരാധന, ഇവിടെ രാവിലെ 7:30 ആരാധന. അങ്ങനെ 7:30 അവിടെ വഴിക്കടവ് ബഥേൽ മാർത്തോമ ഇടവ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അത് വലിയൊരു അനുഭവം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നല്ല സംഘർഷം നിറഞ്ഞു. ആ സംഘർഷത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ഇടവും വലവും നോക്കാതെ ഒരുപോലെ മുന്നോട്ട് പോയി. കഴിഞ്ഞ ആദ്യത്തെ 2 വർഷം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ തിരുമേനിക്ക് വലിയ സന്തോഷമായി, സക്രിയാസ് തിരുമേനി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്നെ പഠിക്കാൻ വെക്കുന്നത്. ഒഹായോയിൽ മെത്തഡിസ്റ്റ് തിയോളജി സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുന്നു അതിനുവേണ്ടി പരിശ്രമിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ ഈ ടോഫൽ ടെസ്റ്റ് എഴുതണം. അന്നത്തെ കാലത്ത് ടോഫൽ ടെസ്റ്റ് ഒന്നും ആർക്കും അറിയത്തുപോലുമില്ല. ടോഫൽ എന്താന്ന് പറഞ്ഞാൽ എന്താ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു തരാൻ ഒരുത്തരുമില്ല. ആ ടെസ്റ്റൊക്കെ എഴുതി മഹാരാജാസ് കോളേജിലാണ് ഞാനത് എഴുതിയത്. അത് മെയ് മാസത്തിന് ശേഷം. അപ്പോൾ എന്നെ അവിടെ ഒരു 2 മാസത്തേക്ക് തിരുമേനി കുന്നുംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ഇൻചാർജ് ആക്കി വെച്ചു. അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നിട്ട് പോകാനൊക്കെ ഇല്ലെന്ന് സംശയമാണ്. അപ്പം തിരുമേനി പറഞ്ഞു, അങ്ങനെ പോകാനൊത്തില്ലെങ്കിൽ അച്ഛനെ ഞാൻ കോട്ടയത്ത് എവിടെയെങ്കിലും ഒരു അസിസ്റ്റന്റ് വികാരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആവശ്യമുള്ള സ്കോർ കിട്ടി. അങ്ങനെയാണ് ഒഹായോയിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് മിനിസ്ട്രി എന്നുള്ള വിഷയത്തിൽ പഠിക്കാനായിട്ട് സാധിച്ചത്. ആ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ കോട്ടയത്ത് മോചനയുടെ ചാർജ് എടുക്കുന്നത്. അന്നേരം അഭിനയ സക്രിയാസ് തിരുമേനി അവിടെ ചാർജ്. അപ്പം തിരുമേനിയുടെ താല്പര്യം അവിടെ ഒരു കൗൺസിലിംഗ് സെൻറ്ററും ഒരു ട്രെയിനിങ് പ്രോഗ്രാമും നടത്തണം. അപ്പോൾ അതിനാവശ്യമുള്ള
സിലബസ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ സിലബസ് എല്ലാം ഉണ്ടാക്കി സിനഡിൽ കൊടുത്ത് അതെല്ലാം പെർമിഷനൊക്കെ കിട്ടി. അപ്പം ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു പുതിയ ആൾ വന്നപ്പം നമ്മളെ കൗൺസിലിങ്ങിന് വേണ്ടി കാണാനായിട്ട് കുറേ പേര് വന്നു. അപ്പം ഇതിന് കൗൺസിലിംഗ് മാത്രം പോരാ, ട്രീറ്റ്മെൻറ്റും വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ മാങ്ങാനം മന്ദിര ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെയുള്ള ആളുകളെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്കൊന്ന് ഒരു 10-16 പേരെ അവിടെ അങ്ങനെ അഡ്മിറ്റാക്കി. അവർ 3-4-6 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം അങ്ങ് മിടുക്കന്മാരാകും, അവരെല്ലാം അങ്ങ് പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി നമുക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒക്കുന്നില്ല, നമുക്കൊരു ഡി അഡിക്ഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങണം എന്ന്. അപ്പോൾ തിരുമേനി എന്നിട്ട് എന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തി. കാരണം ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങണമെങ്കിൽ ഒത്തിരി ഫോർമാലിറ്റി. പിന്നെയും ഞാൻ ചെന്ന് തിരുമേനിയോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് E.J. ജോർജിൻ്റെ കൊച്ചമ്മ റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പം കൊച്ചമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ഡി അഡിക്ഷൻ സെൻറ്റർ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ കൊച്ചമ്മയുടെ സർവീസ് ഫ്രീ ആയിട്ട് ഇതിനുവേണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുമേനിയോട് പറഞ്ഞു. അങ്ങനെ തിരുമേനിയോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ 1993 സെപ്റ്റംബർ 2 തലേദിവസം പോയി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 2-ാം തീയതി തിരുമേനി വന്ന് പ്രാർത്ഥിച്ചാരംഭിക്കുക. അന്ന് പ്രാർത്ഥിച്ചാരംഭിച്ചപ്പോൾ 4 കുടുംബങ്ങൾ അവിടെ വന്ന് അഡ്മിറ്റായി. അതാണ് മോചനയുടെ പ്രവർത്തനം ആരംഭം. ആ ആരംഭം കുറിച്ച് 11 വർഷം ദൈവകൃപയിൽ മോചനയിൽ താമസിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒത്തിരി നിരാലംബരായ നിസ്സഹായതയുള്ള കുടുംബങ്ങളെ അവിടുത്തെ പ്രവർത്തനത്തിലൂടെ സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മോചനയുടെ പർപ്പസ് ശരിക്കും ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ്. കുടുംബമായിട്ടെന്ന് പറഞ്ഞത്, അതായത് കുടുംബമായിട്ടെന്ന് പറഞ്ഞാൽ ലഹരി ആസക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത രോഗമല്ല, ഇതൊരു കുടുംബ രോഗമാണ്. അതായത് ഫാമിലി ഡിസീസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളിനെ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അവരെ ചികിത്സിച്ച് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് ക്യൂർ ആവത്തില്ല. ക്യൂർ ആകുന്ന പ്രശ്നമില്ല. പക്ഷെങ്കിൽ അവർ റിക്കവറി പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് വളരെയേറെ ആവശ്യം. അവർക്കും ട്രെയിനിങ് ആവശ്യം. അവർക്ക് ട്രെയിനിങ് അല്ല, അവർക്ക് ചികിത്സ ആവശ്യമാണ്. കാരണം ഈ കുടിക്കുന്ന ആള് ഈ നിയന്ത്രണം ഇല്ലാത്തവരെ പോലെ ആണെങ്കിൽ കുടിക്കാൻ നിയന്ത്രണമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുടിക്കുന്ന ആളിൻ്റെ കൂടെ താമസിക്കുന്ന ഫാമിലിക്ക് നിയന്ത്രണമില്ല. അപ്പം കുടിക്കുന്ന ആളിന് നമ്മൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. കുടിക്കുന്ന ആളിൻ്റെ കൂടെ താമസിക്കുന്ന ആളുകൾക്ക് കോ ഡിപ്പെൻഡൻ്റ് എന്നാണ്, സഹാശ്രയത്വം എന്നാണ് പറയുന്നത്. സഹാശ്രയത്വം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ ആൽക്കഹോൾ കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഡ്രഗും കൊണ്ടുണ്ടായ ആ പ്രയാസത്തിൽ അവർ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഉള്ള പരിശ്രമത്തിൽ ചെയ്യുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസമാണ്. ആ പെരുമാറ്റത്തിൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക. ഇപ്പം ഭർത്താവ് കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു അപ്പം എന്ന് നമ്മൾ പറയും. എന്നാൽ ഭർത്താവ് കുടിച്ചു വീട്ടിൽ വരുന്നതിന് മുമ്പേ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവരുടെ മക്കൾ 4 പേരുണ്ട്, 4 പേരും 4 തരത്തിലായിരിക്കും, 4 റോളിലായിരിക്കും അവരുടെ ബിഹേവിയർ, അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ഫാമിലിയെ മൊത്തം നമ്മൾ അതുകൊണ്ട് ഒരുമിച്ച് ഈ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങളെ അവിടെ ഒരു 10-28 കുടുംബങ്ങളെ അവിടെ ഒരുമിച്ച് ഒരുപോലെ താമസിപ്പിച്ച് അവരെ ഈ ഒരു 15 ദിവസമൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങളോടൊപ്പം താമസിപ്പിക്കുന്നത്. അങ്ങനെ 15 ദിവസം താമസിപ്പിച്ച് അവരെ അതിൽ നിന്ന് വിടുവിച്ച് അവരെ പിന്നെയും ഫോളോ അപ്പ് ചെയ്യും. അതിന് ആ ഫോളോ അപ്പ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൗസസിന് വേണ്ടിയുള്ള അലനോൺ കൂട്ടായ്മയുണ്ട്. ചിൽഡ്രൻ ഓഫ് ആൽക്കഹോളിക്സിന് വേണ്ടി അലറ്റീൻ എന്ന് പറയുന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ആ ഒരു ഫെലോഷിപ്പിലൂടെയാണ് ഇത് നമുക്ക് നടത്തുക. അങ്ങനെ എൻ്റെ ഒരു ചോദ്യമായിട്ട് വെച്ചിരുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അതെ, അതുകൊണ്ട് ഒരു ഇന്റർപ്രൊഫഷണൽ അപ്രോച്ച് വേണം. ഡോക്ടറുടെ ഹെൽപ്പ് വേണം, സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പ് വേണം, സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, മറ്റേ ഓക്കുപേഷണൽ തെറപ്പി, ഇങ്ങനെ എല്ലാ ഒരു ഇന്റർപ്രൊഫഷണൽ അപ്രോച്ചിലൂടെ ഒരാളെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത് മദ്യമായാലും ഡ്രഗ് ആയാലും ഇതിന്റെ ഈ ആഫ്റ്റർ എഫക്റ്റ് ഒരുപോലെ വരുന്നത്. അതിന്റെ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ അമേരിക്കയിലെ പഠനം ഇതിന് അതിൻ്റെ അകത്തായിരുന്നല്ലോ. ഞാൻ അങ്ങനെ അമേരിക്കയിലെ കോഴ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഹാർപ്പർ മെഡിക്കൽ കോളേജിൽ ഒരു 1.5 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് അവിടുത്തെ ഒരു പരിശീലനം കൊണ്ടാണ് എനിക്ക്
നമ്മുടെ നാട്ടിൽ ഇത് ആരംഭിക്കാൻ കോൺഫിഡന്റ് സാധിച്ചു. ആയിട്ട് ചെയ്യാനായിട്ട്. അതെ, അപ്പം നമ്മുടെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഫാമിലി കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത് മോചനയാണ്. ഓക്കെ. അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ അതിൽ കൂടെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പിന്നെ പണമുള്ളവനെന്നോ പണമില്ലാത്തവനോ ഒന്നും ഇവരുടെ എല്ലാവരുടെയും ബിഹേവിയർ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് എൻ്റെ അനുഭവം ഇവന്റെ അനുഭവം ഒന്നാണല്ലോ. അപ്പം ആ അനുഭവത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് അവരുടെ റിക്കവറി പ്രോസസ്സ് നടക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതൊരിക്കൽ ഒരുത്തൻ പിന്നെ ലഹരിയിൽ നിന്ന് വിമുക്തനായാൽ ഇനി ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ ഒക്കത്തില്ല. കാരണം ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ്. ഇതിന്റെ രോഗാവസ്ഥയെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ്, ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ്, ഇറ്റ്സ് എ ഫാറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ്. ഈ രോഗാവസ്ഥയിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമുള്ള സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ട ആവശ്യമുണ്ട്. ആത്മീയമായ കൂട്ടായ്മകളുണ്ട്. ചില ആളുകൾ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഒരു ആള് ഈ മിലിറ്ററിക്കാരനാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ചികിത്സയ്ക്ക് വന്നു, ചികിത്സയൊക്കെ നല്ലതായിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കും, പോവും, പിന്നെയും മിലിറ്ററി പോവും. അവിടെ ചെല്ലുമ്പം പിന്നെയും സാഹചര്യങ്ങൾ വ്യത്യാസം, അത് വരുമ്പോൾ പിന്നെയും പുള്ളി ഇതിലാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം റിലാപ്സ് ആയിട്ട് അവിടെ വന്നു. റിലാപ്സായി ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു അഡ്വൈസ് കൊടുത്തു. നീ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല. നീ ഇനിയിപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിനക്ക് ഇതിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നീ മാറാനായിട്ട് തീരുമാനമാണ്. അതിന് തയ്യാറെടുക്കണമെങ്കിൽ നിന്നെ ഇപ്പം കുടി നിർത്തിയെന്നും പറഞ്ഞു പോയി അവിടെ കുടിക്കുന്നവരുടെ നടുക്ക് പോയിരുന്നാൽ നീ പിന്നെയും ഇതാവും. അതുകൊണ്ട് ഇപ്പം നിനക്കുള്ള പ്രശ്നം നിന്റെ ജോലിയാണ്. ഈ ജോലി വിടാനായിട്ട് നീ തയ്യാറാണ്. അവൻ എൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് ജോലി വിട്ടു. അവനൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം ജോലി വിട്ടു. ആ ജോലി വിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു, വീട് വെച്ചു. ഇവിടെ നാട്ടിൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതായിട്ട് പഠിച്ചു. അവരെല്ലാം നല്ല ഉന്നതമായിട്ടുള്ള നിലയിലായി തിരുവനന്തപുരം ഇടയായി. ഇന്നും ഇപ്പോഴും എന്നെ അദ്ദേഹം വിളിച്ചുകയും വർത്തമാനം പറയുകയും ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും അവരെന്നെ ആയിട്ട് ആ കോണ്ടാക്ട് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 10-20-24 വർഷമായി കാണും പുള്ളി അതിൽ നിന്ന് രക്ഷ. ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസാണ്. അതായത് ഞാൻ ഇത് ഉപയോഗിച്ചാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. കാരണം ഈ കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളിനെ ആ അളവിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ സുഖം കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അളവ് കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിപ്പെൻഡൻസിലാവും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഡിപ്പെൻഡൻ്റിലാവുമ്പോൾ ഒരു പ്രൈമറി സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലൂടെ ഒരു ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് വരും. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് വരും. പിന്നെ ഒരു ക്രോണിക്. ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൈ വിറയ്ക്കുകയും കഴിക്കാൻ വെള്ളം കുടിക്കാനും കൈ വെക്കാത്ത സ്ഥിതിയൊക്കെ വരുമ്പോൾ അവന് രാവിലെ കുടിക്കാനായിട്ടും. അത് കഴിഞ്ഞ് അതിനപ്പുറത്തുള്ളത് വേറൊരു പ്രശ്നമാണ്. എന്താ ചോദിച്ചാൽ ക്രോണിക്കായിട്ട് തരും. ക്രോണിക്കായി കഴിഞ്ഞാൽ അവന് പല രീതിയിലുള്ള ഹലൂസിനേഷൻസ് വരും. ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സദൃശവാക്യത്തിൽ അതിന് ഉത്തമമായിട്ടുള്ള വാക്യമുണ്ട്. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ കൺചുവപ്പ്, വീഞ്ഞ് കുടിക്കുന്നവർക്കും വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും നോക്കരുത്. ഒടുക്കം അതിനെ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നീ പരസ്ത്രീയെ നോക്കും, നീ പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയാവും, പിന്നെ നീ ഇത് തന്നെ തേടും. സദൃശവാക്യത്തിൽ പറഞ്ഞാൽ അത് അച്ചട്ടതായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ അതിൻ്റെ 4th സ്റ്റേജ് വരുമ്പോൾ ഹലൂസിനേഷൻ, ആ ഭയാനകമായ അവസ്ഥ അവരെന്ന് പറഞ്ഞാണ് പല ആളുകൾക്കും പിടിച്ചു നിൽക്കാനൊക്കാത്ത സ്ഥിതിയിൽ വരുന്നത്. അപ്പോഴവർ ചിലപ്പോൾ അതങ്ങ് അവരുടെ അന്ത്യം ആയിരിക്കും അത് കുറിക്കുന്നത്.
ഇപ്പൊ ഏത് സ്റ്റേജ് വരെ ഉള്ളത് നമുക്ക് അവിടെ എല്ലാ സ്റ്റേജും വരും. സാധ്യത നമുക്ക് ഏത് സ്റ്റേജ് വന്നാലും അവൻ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഇതിന്മേൽ നിയന്ത്രണമില്ല, ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നു, എനിക്ക് എല്ലാവരും പറയും നിയന്ത്രണം ഉണ്ടെന്ന് പറയും. ആ നിയന്ത്രണം ഉണ്ടെന്ന് പറയുന്നവൻ പെട്ടെന്ന് പിന്നെയും പോകും. നിയന്ത്രണം ഇല്ലെന്ന് പറയുന്നവനെ അവന് പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് അവൻ തരും. അതുകൊണ്ടാണ് ഈ സെറനിറ്റി പ്രയർ എന്ന് പറയുന്നൊരു പ്രയറുണ്ട്. ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ അംഗീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റുവാൻ പറ്റത്തില്ല, എന്നാൽ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തീരുമാനങ്ങൾ മാറി എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ മാറ്റുവാൻ പറ്റുന്നവയെ അംഗീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി, ആ പ്രശാന്ത മനസ്ഥിതി ഉള്ളവരായി ആ തിരിച്ചറിഞ്ഞ് ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം തരണമേ എന്ന് ഈ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഇവര് മീറ്റിംഗ് കൂടുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം അവര് കുടുംബത്തിലായാലും മീറ്റിങ്ങിലായാലും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെയാണ് അവർ ഈ പുതിയ അനുഭവം. അത് എന്നിട്ട് അവരെ നിലനിർത്തുന്നതാണ് കൂട്ടായ്മയാണ് ആൽക്കഹോളിക് അനോണിമസ്. ലഹരി വസ്തുക്കളൊക്കെ നിരോധിക്കുന്നത് ഒരു പരിഹാരമല്ലെന്ന് പല രാജ്യങ്ങളിലും പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ അച്ഛൻ എങ്ങനെയാ കാണുന്നത്? നിരോധനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിനെ പറ്റിയുള്ള ബോധ്യമുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യം. നമ്മളൊരു സാധനം വേണ്ടാന്ന് നോക്കുമ്പോൾ അത് വേണ്ട, അത് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതിനോടൊരു ടെൻഡൻസി ആളുകൾക്കുണ്ടാകും. അത് എന്നാ പിന്നെ ഒന്ന് രുചിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാം, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് അറിഞ്ഞ് രുചിച്ച് നോക്കാം. ചിലർ അങ്ങനെ ഒന്ന് രുചിച്ചു നോക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്, ഒരു പിയർ പ്രഷർ എന്ന് പറയില്ലേ, നമ്മളെ മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി അത് എന്നും വേണ്ട ഇപ്പൊ ഒന്ന് നോക്കൂ, അങ്ങനെ ഒരു താല്പര്യത്തിൽ തുടങ്ങി ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കല്യാണങ്ങളിലൊക്കെ ഈ വൈൻ സെർവ് ചെയ്യും. അതിൽ 100 പേര് വൈൻ ഉപയോഗിച്ചാൽ അതിൽ 80 പേർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ 20 പേര് ആദ്യത്തെ ഒരു ഉപയോഗം കൊണ്ട് ഇതിന്റെ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത. അത് ആരാക്കാണ് അങ്ങനെയുള്ള ആ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ്, ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ആ ഒരു, നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷെ ഒരു തമാശ, ഒരു കൂട്ടുകാരനോട് ഒരു രസത്തിന്, ഒരു ഉറക്കമില്ലാത്തപ്പോ ഒന്ന് പറഞ്ഞപ്പോ വയറ്റുവേദന വന്നപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കിയാൽ വയറുവേദന മാറും എന്നൊക്കെ പറഞ്ഞ് പല ഉദാഹരണമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോചനയല്ലേ എത്ര വർഷമായിരുന്നു? 11 വർഷം. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ എറണാകുളം മാർത്തോമ ഗൈഡൻസ് സെന്ററിൽ. അവിടെ 2004 മുതൽ 2013 വരെ അവിടെ ഗൈഡൻസ് സെന്ററിൽ ആദ്യം വന്നപ്പോൾ എനിക്ക് മോചന എന്നൊരു ടീമായിട്ടാവുന്നത്. അത് വന്നവര് എല്ലാം രക്ഷപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ അന്ന് ഗൈഡൻസ് സെന്ററിന്റെ നമ്മൾ താമസിക്കുന്ന പിന്നെ ചെലവന്നൂർ റോഡിലുള്ള ആ ബിൽഡിങ്ങിൽ അന്ന് ഒരു 10-40 പേര് ഒരുമിച്ചാണ് വന്നത്. അവരെല്ലാം അവിടെ അന്ന് ആദ്യത്തെ കൂട്ടായ്മ ആരംഭിച്ചുകൊണ്ടാണ് ഗൈഡൻസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഞാൻ ഗൈഡൻസ് സെന്ററിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം അഭിമുഖീകരിച്ചത്, ഗൈഡൻസ് സെന്റർ എറണാകുളത്ത് ആവശ്യമില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഈ പ്രവർത്തനം എന്നെ സഹായിച്ചു. ഞാൻ ഓരോ പള്ളിയിലും പോകുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമായിട്ടാക്കാം. അപ്പം എൻ്റെ കൂടെ ഈ രക്ഷപ്പെട്ട നമ്മുടെ എറണാകുളത്തുള്ള കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ ഈ പള്ളികളിൽ കൊണ്ടുപോയി അവരുടെ അനുഭവ സാക്ഷി ആദ്യം പറയും. ഇത് ആദ്യം കേൾക്കുന്നത് നമ്മുടെ ആളുകൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് സാധ്യതകളുണ്ട്, അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഗൈഡൻസിന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ച് ആ രീതിയിൽ നമുക്ക് ബിൽഡിംഗ് ഒക്കെ പണിത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അതെ, ഗൈഡൻസ് സെന്ററില് ഞാൻ പോരുന്ന അച്ഛൻ വരുമ്പം സ്ഥലമുണ്ട്. 40 ലക്ഷം രൂപ 10% പലിശയിൽ കടവുമായിരുന്നു. അപ്പൊ ആദ്യം കടം വീട്ടണമായിരുന്നു.
അത് കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കണമായിരുന്നു. അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ അവിടെ ബിൽഡിംഗ് പണിത് അതിനുശേഷം 4 വർഷത്തോളം അവിടെ താമസിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അവിടെ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പിന്നെ രോഗികളെ സഹായിക്കുന്ന വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുകയും അവർക്ക് താമസ സൗകര്യം കൊടുക്കുകയും അവരുടെ ഡോക്ടേഴ്സിനെ കാണാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ലോഡ്ജിങ് സൗകര്യം അന്നുമുണ്ട്. പിന്നെ 2 ഹോളും 40 ബാത്ത് അറ്റാച്ച് റൂമുണ്ട്. പിന്നെ ഹോളുണ്ട്, പിന്നെ കിച്ചനും ഡൈനിങ് ഹോളും ഉണ്ട്, പിന്നെ ഓഫീസ് എല്ലാം. അതൊക്കെ അച്ഛനിരിക്കുമ്പോഴാണോ പണിത്? അവിടെ അത്രയും ലൊക്കേഷനിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു വലിയ. അതെ. ആ സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ അവിടെ പിന്നെ അത് മാത്രമല്ല, ആ സ്ഥലമെല്ലാം അന്ന് നമ്മുടെ ചെറിയാമ്പർക്ക് ഒരു പിന്നെ 5 ദിവസം കൊണ്ട് ആ സ്ഥലമെല്ലാം ഒരു 6 അടി മണ്ണിട്ട് കിളത്തി തന്നതുകൊണ്ടാണ് അവിടെ പണിയാനാകത്തത്. അല്ലെ വെറും വെള്ളക്കുഴിയായിരുന്നു. ചെറിയാമ്പർക്കരുടെ വലിയൊരു സപ്പോർട്ട് ആ കാര്യത്തിൽ. ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ പുള്ളിയുടെ പിന്നെ ഓഫീസും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ഇൻഫ്ലുവൻസും ഒക്കെ അതെ നല്ലതായിട്ടുണ്ടായിരുന്നുകൊണ്ട് അവിടെ അത് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. എന്നാൽ ഫെലിക്സ് നൊസ്തിരിമീനിയ അതിൻ്റെ നേതൃത്വം നൽകി. ഡോക്ടർ ഡി അലക്സാണ്ടർ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. ടി.സി. തോമസ് അച്ഛൻ സീനിയർ സിറ്റിസൺ അതിൻ്റെ ചുമതലയിൽ അച്ഛനും പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചതാണ്. അങ്ങനെ ഗൈഡൻസ് സെന്റർ അവിടെ ഉയർന്നു വരാനായിട്ട് സാധ്യമാണ്. നമ്മുടെ കാലം ചെയ്ത ഫിലിപ്പോസ് മാർക്കസ് മെത്രാപ്പൊലീത്തയുടെ നവതി പ്രോജക്റ്റായിട്ടാണല്ലോ അത് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എലന്തൂർ ഒരു സെന്റ് തോമസ് മാർത്തോമ പള്ളി 2 വർഷം ഇരുന്നു. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ തുമ്പോണുള്ള ശ്രേയസിന്റെ ചുമതല തന്നു. ഇതെല്ലാം സക്രേസ് തിരുമേനിയാണ് അവിടെ എടുത്ത് എന്നെ പിന്നെയും കൊണ്ട് ശ്രേയസിലാക്കി. ശ്രേയസ് എന്ന് പറയുന്നത് ഈ പിന്നെ ഈ മാരരോഗത്തിന് അടിമപ്പെട്ടവരെ സഹായിക്കുന്ന ശുശ്രൂഷ, പിന്നെ പ്രായമായവരെ താമസിപ്പിച്ച് അവരെ വ്യതിചരിക്കുന്ന ശുശ്രൂഷ, അങ്ങനെയുള്ള കാര്യങ്ങളും ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ, കൗൺസിലിംഗ് പ്രോഗ്രാം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതെല്ലാം അവിടെ നടത്തുന്ന ആ ഒരു പ്രവർത്തനമാണ് ശ്രേയസിൽ ആരംഭിച്ചത്. അവിടെ 6 വർഷം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഒത്തിരി ആളുകളെ നമുക്ക് ഈ നമ്മുടെ മാർത്തോമക്കാരല്ല അല്ലാത്ത ഒത്തിരി ആളുകൾ നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലൂടെ അവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അതിന്നും അവരുടെയൊക്കെ സ്നേഹവും കരുതലും ഒക്കെ ഇപ്പോഴും നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുക. ഇത് നമ്മുടെ വലിയ കഴിവോ പ്രാപ്തിയോ കൊണ്ടൊന്നും സാധിച്ചല്ല. ഇതെല്ലാം ദൈവം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പിടിച്ച് വഴി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പോയതല്ല. എന്നെ അതിനുവേണ്ടി തിരുവേദിയുടെ ഒരു നിർദ്ദേശപ്രകാരം പഠിക്കാൻ വിടുകയും മോചന ആരംഭിക്കാനും ഗൈഡൻസ് സെന്ററിൽ പ്രവർത്തിക്കാനും അത് കഴിഞ്ഞ് ശ്രേയസിൽ പ്രവർത്തിക്കാനും പിന്നെ മലബാർ മേഖലയിൽ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചത് എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന അനുഭവങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ജനിച്ചതായിട്ട് സംസാരിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, എന്തുകൊണ്ട് മാർത്തോമാ സഭയിലോട്ട് ആരും ആകൃഷ്ടരായി വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. സഭയിലോട്ട് അധികം പേര് കടന്നു വരുന്നില്ല എന്താ എന്നുള്ള ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പം ഇതൊരു എനിക്കൊരു നല്ലൊരു ഉത്തരവായിട്ട് തോന്നി. നമ്മൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്താൽ മറ്റുള്ള ഇതര മതങ്ങളിലുള്ളവരും ഇതരം സഭകളിലുള്ളവരും ഒക്കെ നമ്മുടെയിലോട്ട് ചേർന്ന് വരാനുള്ള സാധ്യത. അതെ, എൻ്റെ ശുശ്രൂഷയില് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ട് അരവിന്ദനും കുടുംബവും അത് അവിടുത്തെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള കുടുംബം. സാധാരണ അന്നത്തെ കാലത്ത് സബ്സ്ക്രിപ്ഷൻ 125 രൂപ വെച്ച് തരുന്ന ആളുകളായിരുന്നു അവര്. അത് സാധിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ അവരുമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ തിരുമേനിമാരൊക്കെ അവിടെ പോയി അവരെ കാണുകയും ഒക്കെ ചെയ്തു. അപ്പം വലിയ ഉന്നതമായ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ കൂടെ തിരിച്ചു പോയത്. അവരിപ്പോഴും ആ ഒരു സ്നേഹം കരുതലൊക്കെ. പക്ഷെ കഴിഞ്ഞ് ഇടക്കര ആയിരുന്നപ്പോൾ ഒരു മുസ്ലിം ഫാമിലി നമ്മുടെ കൂടെ ചേരാനായിട്ട് ഇടയായി തരുന്നത് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന് മാമോദിസ കൊടുത്തപ്പം പേരിടാൻ പേരിടണമെന്ന് ചോദിച്ചപ്പോൾ പേരെന്തോ അതറിയത്തില്ല.
അപ്പൊ ഞങ്ങളുടെ ജഹാസിന്റെ പേരാണ് അവനിട്ട് കൊടുത്തത്. അതെ, അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയോ ആളുകളെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ വഴിക്കടവ് ബഥേൽ മാർത്തോമാ ഇടവക മുഴുവനും മറ്റൊരു ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ സാധിച്ചിടത്തു നിന്നാണ് പിടിച്ച് നമുക്ക് എൻ്റെ മിനിസ്ട്രിയിൽ എനിക്ക് ഒരിക്കൽ പോലും ആരെയും നമ്മുടെ സഭയിൽ നിന്ന് മുടക്കേണ്ടി വന്നിട്ടില്ല. തിരിച്ചിങ്ങോട്ട് നമ്മൾ ചേർത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ ഇത്രയും പ്രയാസം ഉണ്ടായത് ജീവിതത്തിൽ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ മോനുണ്ടായപ്പോൾ അവന് ശ്വസിക്കാൻ വയ്യായിരുന്നു. 17 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ആ സമയത്ത് അവനെ ആ രോഗാവസ്ഥയിൽ അവന് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, അച്ഛൻ്റെ മോൻ ഇങ്ങനെ ഉണ്ടാകാമോ എന്നൊക്കെ ചോദിച്ചാൽ, എന്നാൽ അതിനപ്പുറത്തായിട്ട് ദൈവം കരുണ ചെയ്തതുകൊണ്ടായിരുന്നു. 186 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ ഭാഗം എന്നെ ശക്തീകരിച്ച്, നീയോ കർത്താവേ കൃപയും കരുണയും നിറഞ്ഞവൻ, ദീർഘശ്രമയും മഹാദയുള്ളവൻ, നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിച്ചിരിക്കുന്നു. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്നുള്ള വചനം എനിക്ക് ആശ്വാസവും സമാധാനവും ഞങ്ങൾക്ക് കുടുംബമായിട്ട് ലഭിച്ചു. ആ ആശ്വാസവും സമാധാനവും ഇന്നും ഞങ്ങൾ അനുഭവിക്കുക. ഇന്ന് ജോസിനെ ഇവിടെ അമേരിക്കയിൽ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ, അവനും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു സാക്ഷ്യമാണ്. അവനും ആ സാക്ഷ്യം പറയും. അതോ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഭവം. അതുകൊണ്ട് നമുക്കിപ്പോൾ കാണാനും. അതെ അതെ അതെ. എനിക്ക് ജോൺ സമയലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ടെങ്കിലും ജേക്കബ് സമയലുമായിട്ടുള്ള ബന്ധമാണ് ഈ കുറെ കൂടെ നമ്മളുമായിട്ട് അടുപ്പം കൂടുതൽ തോന്നിച്ചിട്ടുള്ളത്. കാരണം ജേക്കബ് സമയല് ഞാൻ ഇടയ്ക്ക് പാലക്കാട്ടിരിക്കുമ്പോൾ ജേക്കബ് സമയൽ അവിടെ ഈ യുവിന്റെ ഏറ്റവും വലിയ പ്രവർത്തകനും ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ആ സമയത്ത് ജേക്കബ് സമയൽ BD പരീക്ഷ എഴുതി. അപ്പൊ ഞാനായിരുന്നു പുള്ളിയുടെ ട്യൂട്ടർ. അങ്ങനെ ഒരു സന്തോഷം ഉണ്ട്. പുള്ളിയുടെ ഈ അസൈൻമെന്റ്സ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ BD പരീക്ഷയിൽ സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജഗസമ്മലിന്റെ ആ ഒരു ശുശ്രൂഷയും പ്രവർത്തനമൊക്കെ എനിക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാതൃക ഓർമ്മിക്കുന്നതാണ്. ഇപ്പൊ അതിലൊക്കെ പഠിച്ചു. അതെ, പിന്നെയും പഠിച്ചു. ഓക്കെ. പുള്ളി അന്ന് ഇടയ്ക്കൊക്കെ നമ്മളെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് പ്രസംഗിക്കുന്നവരൊക്കെ അവിടെ കുറവാ. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു അഭിമുഖം ഇങ്ങനെ ക്രമീകരിച്ചതിൽ ഏറെ സന്തോഷം. ജോൺ സമയലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനായിട്ട് അതും ഈ വലിയൊരു സാക്ഷ്യമാണല്ലോ ഇത്. അതെ, തീർച്ചയായും. അതുകൊണ്ട് ഏറ്റവും ആളുകളെ റീച്ച് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു സോഷ്യൽ മീഡിയ തന്നെ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഴയ അനുഭവങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കിയതിലും വളരെയേറെ സന്തോഷം. ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിട്ട്. താങ്ക് യു അച്ഛാ. അച്ഛനെ അങ്ങനെ വീണ്ടും കാണാനും കൂടുതലായിട്ട് സംസാരിക്കാനും കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. ദൈവത്തെ സ്തുതിക്കുന്നതിനായിട്ട്. താങ്ക് യു.